സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 8ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. 8ാം ദിവസം ഭോജരാജാവ് കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് പരിവാരസമേതം സിംഹാസനത്തെ സമീപിച്ചു. എങ്ങനെയെങ്കിലും ആ സിംഹാസനം സ്വന്തമാക്കുക എന്നതായിരുന്നില്ല രാജാവിൻ്റെ താൽപ്പര്യം. സത്യത്തിൽ അക്കാര്യമേ ഭോജരാജാവ് മറന്നിരുന്നു. ഓരോ നാളിലും കേൾക്കുന്ന പുതിയ കഥകൾ രാജാവിനെ അത്രയേറെ ഉദ്യോഗഭരിതനാക്കിയിരുന്നു. പടികൾ ഓരോന്ന് കയറുമ്പോഴും മുന്നിൽ ഇതൾ വിരിയുന്നത് ഓരോ മായിക ലോകമാണ്. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ചൈതന്യം നിറഞ്ഞ മുഖവും ചടുലമായ പെരുമാറ്റങ്ങളുമെല്ലാം ഭോജരാജാവിൻ്റെ മനസ്സിൽ ജീവത്തായി നിലനിന്നു. 8ാം ദിവസം രതിറാണി എന്ന സാലഭഞ്ജിക ഭോജരാജാവിനെ 8ാമത്തെ പടിയിൽ തടഞ്ഞു. അരുത് മഹാരാജൻ, അങ്ങ് ഈ ശ്രമം ഇനി തുടരരുത്. നാളുകൾ കുറേയായില്ലേ സിംഹാസനം കയറാൻ കച്ചകെട്ടി ഇറങ്ങുന്നു. തനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുകൂടി ഒരു നിമിഷം ഓർമ്മിക്കാത്തതെന്തേ? സാലഭഞ്ജികയുടെ പരിഹാസം കോപലേശമന്യേ ഭോജരാജാവ് കേട്ടു. അത്രയേറെ യോഗ്യത നിങ്ങളുടെ മഹാരാജാവിനുണ്ടെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? ശരി, അങ്ങയ്ക്ക് ഇനിയും ആ വിശ്വവിജയിയുടെ കഥകൾ കേൾക്കണമെന്നുണ്ട് അല്ലേ? സാലഭഞ്ജിക ചോദിച്ചു. അതെ എന്ന അർത്ഥത്തിൽ ഭോജൻ ചിരിച്ചു. രതിറാണി കഥ തുടങ്ങി. 6 മാസത്തെ രാജ്യഭരണത്തിന് ശേഷം കാടാറു മാസത്തിനായി വിക്രമാദിത്യനും ഭട്ടിയും യാത്ര തിരിച്ചു. മുൻപ് കാണാത്ത കാടുകളും നാടുകളും കണ്ട് സഞ്ചരിക്കുന്നതൊരു രസമുള്ള കാര്യമാണല്ലോ. വലിയൊരു കാട് പിന്നിട്ട് അവരെത്തി നിന്നത് ചെറിയൊരു നഗരത്തിലാണ്. ഇനി കുറേ കാലം ഇവിടെ കൂടാം, എന്താ? വിക്രമാദിത്യൻ ചോദിച്ചു. ആവട്ടെ, ഭട്ടി സമ്മതിച്ചു. ഇരുവരും രത്നവ്യാപാരികളുടെ വേഷം സ്വീകരിച്ച് നഗരത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് കച്ചവടം ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു നാൾ ഭട്ടിയും വിക്രമാദിത്യനും കൂടി അങ്ങാടിയിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ അവർ ദാസികൾ താമസിക്കുന്ന ഒരു തെരുവിലെത്തി. അവിടെ ഒരു വീട്ടിൽ ഭഗവത് കഥ നടക്കുന്നു. ഇരുവരും കഥ കേട്ട് കുറേ നേരം ഇരുന്നു. ഗൃഹനായികയായ സുവദന എല്ലാവർക്കും കുടിക്കാൻ ഇളനീരും കഴിക്കാൻ പ്രസാദവും വിതരണം ചെയ്തു. വിക്രമാദിത്യന് മുന്നിലെത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. അങ്ങ് ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കമ്പോളത്തിൽ താമസിക്കുന്ന ഒരു രത്നവ്യാപാരിയാണ്. അടുത്തിടെയാണ് ഈ നാട്ടിലെത്തിയത്. സുവദന ഒന്ന് പുഞ്ചിരിച്ചു. തനിക്ക് ചിലത് പറയാനുണ്ടെന്നും കണ്ടിട്ടേ പോകാവൂ എന്നും അവൾ പറഞ്ഞു. കഥയും പാട്ടുമൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകി. ഭട്ടിയോട് താൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് വിക്രമാദിത്യൻ സുവദനയെ കാണാൻ കാത്തുനിന്നു. അതിഥികളെ എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം അവൾ വിക്രമാദിത്യന് സമീപമെത്തി. താൻ ഒറ്റയ്ക്കാണ് കഴിയുന്നതെന്നും ഇത്തിരി നേരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നെന്നും അവൾ പറഞ്ഞു. അന്ന് കുറേ നേരം ഇരുവരും സംസാരിച്ചിരുന്നു. വിക്രമാദിത്യന് സുവദനയുടെ വശ്യമായ പെരുമാറ്റവും വിനയം നിറഞ്ഞ ഭാഷണവും ഏറെ ഇഷ്ടമായി. പിറ്റേന്നു കാലത്താണ് വിക്രമാദിത്യൻ മടങ്ങിയെത്തിയത്. അത് ഭട്ടിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങ് അപരിചിതയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗൃഹത്തിൽ അന്തിയുറങ്ങിയത് ഒട്ടും ശരിയായില്ല. അത് നമ്മുടെ മര്യാദയ്ക്ക് ചേർന്നതല്ല. പക്ഷേ സുവദന നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള സ്ത്രീയല്ല. അവൾക്ക് എന്നോട് വലിയ സ്നേഹമാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. മിക്കവരും സ്നേഹിക്കുന്നത് കാര്യലാഭത്തിനാണ്. ലാഭം നേടിക്കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ കഥയും കഴിയും. ഇല്ല, സുവദന അങ്ങനെയുള്ള ഒരാളല്ല. അവൾ എനിക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാണ്. അവൾക്ക് തെല്ലുമില്ല സ്വാർത്ഥത. ശരി, ഇനി അവളെ കാണുമ്പോൾ അവളുടെ നീണ്ട മുടി മുറിച്ചു തരാൻ ആവശ്യപ്പെടുക. സ്നേഹം എത്രത്തോളമുണ്ട് എന്നറിയാമല്ലോ. ഭട്ടി അത് വെറുതെ പറഞ്ഞതായിരുന്നെങ്കിലും വിക്രമാദിത്യൻ അങ്ങനെ തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് സുവദനയെ കാണാൻ വിക്രമാദിത്യൻ അവളുടെ വീട്ടിലെത്തി. അന്നും വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു.
തിരിച്ചിറങ്ങാൻ നേരത്ത് വിക്രമാദിത്യൻ തെല്ലുമടിയോടെ ചോദിച്ചു, സുവദനെ, നിന്റെ നീളമുള്ള മുടി എനിക്ക് മുറിച്ചു തരുമോ? എന്തിനെന്നവൾ ചോദിച്ചില്ല. അടുത്ത ക്ഷണം ഒരു കത്രിക എടുത്ത് അവൾ തൻ്റെ തലമുടി മുറിച്ച് വിക്രമാദിത്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഭട്ടിയുടെ മുന്നിൽ ആ മുടിക്കെട്ട് ഉയർത്തിക്കാട്ടി വിക്രമാദിത്യൻ ചോദിച്ചു, ഇപ്പോൾ തൃപ്തിയായോ? ഇല്ല, ഭട്ടി പറഞ്ഞു. എന്ത്? തൻ്റെ സൗന്ദര്യത്തിൻ്റെ ആധാരമായി കാർക്കൂന്തളം അപ്പാടെ മുറിച്ചു നൽകിയിട്ടും നിങ്ങൾ അവളെ അവിശ്വസിക്കുന്നുവെന്നോ? ദുഷ്ടനാണ് നിങ്ങൾ. ഭട്ടി ഒന്നും മിണ്ടിയില്ല. വിക്രമാദിത്യൻ അസ്വരസത്തോടെ ചോദിച്ചു, ഇനിയുമുണ്ടോ പരീക്ഷണങ്ങൾ? നാളെ വരുമ്പോൾ ആ മൂക്കിൻ്റെ തുമ്പ് മുറിച്ചു തരാൻ പറയാമോ? അവൾ അതനുസരിക്കുമോ എന്ന് നോക്കാം, ഭട്ടി മെല്ലെ പറഞ്ഞു. നിങ്ങൾക്ക് അവളോട് എന്തോ വെറുപ്പുണ്ട്. മുജ്ജന്മത്തിലേതാകാനും മതി. കഷ്ടം. വിക്രമാദിത്യൻ ഭട്ടിയോട് നീരസപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. പിറ്റേന്ന് വിക്രമാദിത്യൻ സുവദനയോട് ഇക്കാര്യം പറഞ്ഞു. എന്തു ചെയ്യാം, എൻ്റെ സഹോദരന് നിന്റെ സ്നേഹത്തിൽ സംശയം. അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ മൂക്ക് മുറിച്ചു വാങ്ങി വരാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മൂക്ക് മുറിച്ചു വാങ്ങി സ്നേഹം പരീക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഞാൻ മറുപടി നൽകുകയും ചെയ്തു. ആ ക്ഷണം ഒന്ന് തടയാൻ കഴിയുന്നതിന് മുൻപ് സുവദന സമീപത്തിരുന്ന വാൾ കൈക്കലാക്കി തൻ്റെ മൂക്കിൻ്റെ തുമ്പ് ഛേദിച്ച് വിക്രമാദിത്യന് നൽകി. വിക്രമാദിത്യൻ ഞെട്ടിപ്പോയി. സ്നേഹത്തിനു വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ ചരിത്രത്തിൽ പോലും വിരളമാണ്. അന്ന് ഭട്ടിയോട് വിക്രമാദിത്യൻ ലേശം മുഷിഞ്ഞ് സംസാരിച്ചു. ഇത്രയുമൊക്കെയായിട്ടും സുവദന സ്വാർത്ഥലാഭക്കാരിയാണെന്നും അവൾ സ്നേഹം നടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? വിക്രമാദിത്യൻ ചോദിച്ചു. ഒരു പരീക്ഷണം കൂടി നടത്തണമെന്നായി ഭട്ടി. അതിനായി 2-3 ആഴ്ച വിക്രമാദിത്യൻ അവളുടെ ഗൃഹത്തിൽ പോകാൻ പാടില്ല. ആ സമയം താൻ പറയുന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കണം. അത്ര താല്പര്യമില്ലാതിരുന്നിട്ടും വിക്രമാദിത്യൻ സമ്മതം മൂളി. ഭട്ടിയുടെ വാക്കുകൾ തള്ളിക്കളയാൻ വയ്യ. ആ സഹോദരന്മാർ അന്നുവരെ അങ്ങനെയാണ് കഴിഞ്ഞത്. ഒരു നാൾ ഭട്ടി സുവദനയുടെ വീട്ടിലെത്തി. തൻ്റെ സഹോദരൻ രത്നവ്യാപാരി മരിച്ചുപോയെന്നറിയിച്ചു. സുവദന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഭട്ടിയോടൊപ്പം നടന്നു. വനാതിർത്തിയിൽ എരിയുന്ന ചിത കാട്ടി ഭട്ടി പറഞ്ഞു, ബന്ധുക്കളായി മറ്റാരുമില്ലാത്തതിനാൽ ഞാൻ തന്നെ മൃതശരീരം ദഹിപ്പിച്ചു. സുവദന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തീജ്വാലകളിലേക്ക് എടുത്തുചാടി ആത്മാഹുതി ചെയ്തു. ഒളിച്ചിരിക്കുകയായിരുന്ന വിക്രമാദിത്യൻ പുറത്തു വന്നു. അദ്ദേഹം ഭട്ടിയെ കുറ്റപ്പെടുത്തി. അബലയും ആശ്രിതയുമായ ഒരു ഉത്തമ സ്ത്രീയെ നുണ പറഞ്ഞു കൊന്നത് പാതകമാണെന്ന് വിക്രമാദിത്യൻ പറഞ്ഞപ്പോൾ ഭട്ടി പ്രതിവിധി നിർദ്ദേശിച്ചു. അങ്ങ് സർവേശ്വരിയെ പ്രാർത്ഥിച്ച് സുവദനയെ ജീവിപ്പിച്ചാലും? അതെ, ഞാനത് ചെയ്തേ മതിയാകൂ. വിക്രമാദിത്യൻ ഭട്ടി പറഞ്ഞതുപോലെ മഹാമായയെ മന്ത്രത്താൽ സ്തുതിച്ച് പ്രത്യക്ഷയാക്കി സുവദനയെ ജീവിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. അല്പം ഭസ്മവും ഒരു പാത്രത്തിൽ ഇത്തിരി തീർത്ഥവും നൽകി ജഗദാംബ മറഞ്ഞു. വിക്രമാദിത്യൻ സുവദനയുടെ കരിഞ്ഞ മൃതദേഹത്തിൽ തീർത്ഥജലം തളിച്ചു. അതോടെ അവൾക്ക് ജീവൻ വെച്ചു. ആ ശരീരത്തിൽ ഇത്തിരി ഭസ്മം വിതറിയപ്പോഴേക്കും പഴയ സുവദന കൂടുതൽ സുന്ദരിയായി മുന്നിലെത്തി. അവൾ വിക്രമാദിത്യനെ വന്ദിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ എൻ്റെ പരദേവതയോട് നന്ദി പറയട്ടെ. ഇങ്ങനെ പറഞ്ഞ് ശേഷിച്ച തീർത്ഥവും ഭസ്മവും കയ്യിലെടുത്ത് സുവദന നടന്നുപോയി. വിക്രമാദിത്യനും അവളോടൊപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വരട്ടെ, അവളുടെ പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിയട്ടെ. 2 നാൾ കഴിഞ്ഞ് പോകുന്നത് തന്നെയാണ് ഭംഗി. ഭട്ടി തടഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടി ചോദിച്ചു, അങ്ങ് സുവദനയെ കാണാൻ പോകുന്നില്ലേ? ഉവ്, ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഭട്ടിക്ക് അവളുടെ പേരിലുള്ള സംശയമെല്ലാം മാറിയല്ലോ. അതിൽ സന്തോഷമുണ്ട്, വിക്രമാദിത്യൻ പറഞ്ഞു. ഏതായാലും അങ്ങ് പോയി വരൂ, ഭട്ടി പ്രോത്സാഹിപ്പിച്ചു. വിക്രമാദിത്യൻ മനസ്സു നിറയെ സന്തോഷവുമായി സുവദനയുടെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് കയറുന്ന വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് സുവദനയെ പലതവണ വിളിച്ചു. മറുപടി കിട്ടിയില്ല. അയൽവാസികളിൽ ഒരാൾ എന്ന് തോന്നിച്ച ഒരു വൃദ്ധൻ മെല്ലെ ഇറങ്ങി വന്നു.
എന്താ വേണ്ടത്? അയാൾ ചോദിച്ചു. താൻ സുവദനയെ തേടിയാണ് അവിടെ എത്തിയതെന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. സുവദന രഘുവരനെയും കൂട്ടി യാത്ര പോയി. അവർ ഇനി കുറേ കാലം കഴിഞ്ഞേ വരൂ, വൃദ്ധൻ പറഞ്ഞു. രഘുവരനോ? അതാരാണ്? വിക്രമാദിത്യൻ ചോദിച്ചു. അവളുടെ പഴയ കാമുകനാണ് രഘുവരൻ. അയാൾ ഒരപകടത്തിൽ മരിച്ചുപോയി. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പക്കൽ നിന്ന് തീർത്ഥജലം വാങ്ങി അയാളുടെ ശരീരത്തിൽ തളിക്കുകയും ഭസ്മം വാങ്ങി പൂശുകയും ചെയ്താൽ അയാൾ ജീവിക്കുമെന്ന് ഒരു സന്യാസി പറഞ്ഞിരുന്നു. തീർത്ഥവും ഭസ്മവും അവൾക്ക് കിട്ടിക്കാണണം. അവൾ ആളൊരു സമർത്ഥയാണ്. വിക്രമാദിത്യൻ അല്പനേരം ഒന്നും മിണ്ടാതെ നിന്നുപോയി. സുവദന ഇത്ര വേഗം തന്നെ മറക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. വിക്രമാദിത്യൻ ഭട്ടിയുടെ സമീപമെത്തി അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. സുവദന തന്നോട് സ്നേഹം കാട്ടിയത് അവളുടെ കാമുകൻ രഘുവരന് ജീവൻ തിരികെ ലഭിക്കാനായിരുന്നു എന്ന് ഭട്ടി പറഞ്ഞു. അവൾക്കത് നേരിട്ട് പറയാമായിരുന്നു. എങ്കിൽ ഞാൻ അയാൾക്ക് ജീവൻ തിരികെ ലഭിക്കുന്നതിനുള്ള സഹായം ചെയ്തു കൊടുത്തേനെ, വിക്രമാദിത്യൻ സങ്കടത്തോടെ പറഞ്ഞു. കളങ്കം മനസ്സിലുള്ള സ്ത്രീകൾ വക്രരീതിയിലേ ചിന്തിക്കൂ. നേര് പറയുന്നതും നേർവഴി നടക്കുന്നതും അവർക്ക് ശീലമില്ല, ഭട്ടി പറഞ്ഞു. അപരിചിതരായ സ്ത്രീകളെ വിശ്വസിക്കരുത്, വിക്രമാദിത്യൻ ആത്മകഥം എന്നവണ്ണം പറഞ്ഞു. ആ സമയം ഒരു പൊട്ടിച്ചിരി കേട്ട് വിക്രമാദിത്യനും ഭട്ടിയും തിരിഞ്ഞു നോക്കി. വഴിയിൽ കിടന്ന ഒരു കല്ലിൽ നിന്നാണ് ചിരി കേട്ടത്. ഒരു പാമ്പിൻ ചട്ട ആ കല്ലിൽ ഉടക്കി കിടന്നിരുന്നു. പെട്ടെന്ന് ആ പാമ്പിൻ പടം മുകളിലേക്ക് പറന്നു കാണാതായി. എന്താണ് ആ ചിരിയുടെ അർത്ഥം? വിക്രമാദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. വളരെ ഗൗരവമുള്ള എന്തോ ഒരു കാര്യമുണ്ട്, ഭട്ടി ആലോചനയോടെ പറഞ്ഞു. ആ ചിരിയുടെ അർത്ഥം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് ഭട്ടിക്ക് തോന്നി. അദ്ദേഹം ആ ക്ഷണം വിക്രമാദിത്യനെ വിട്ട് ഉജ്ജയിനിലെത്തി. പരദേവതയുടെ തിരുമുന്നിൽ കുറേ നേരം ധ്യാനത്തിലിരുന്നു. ജഗജ്ജനനി അദ്ദേഹത്തിന് വെളിച്ചം പകർന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഭട്ടി തിരികെ എത്തി. ആ ചിരിയുടെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു, ഭട്ടി പറഞ്ഞു. വിക്രമാദിത്യൻ ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. അപരിചിതയായ സ്ത്രീയെ വിശ്വസിക്കരുത് എന്നങ്ങ് പറഞ്ഞപ്പോഴാണല്ലോ ആ ചിരി കേട്ടത്. പരിചിതരായവരുടെ കഥ ഈ മനുഷ്യൻ അറിയുന്നില്ലല്ലോ എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. ഞാൻ നേരെ ഉജ്ജയിനിയിലേക്ക് പോയത് അതുകൊണ്ടാണ്. അന്തപുരത്തിൽ ചന്ദ്രലേഖ എന്നു പേരുള്ള റാണിക്ക് ഒരു രാക്ഷസനുമായി രഹസ്യബന്ധമുണ്ട്. പട്ടി പറഞ്ഞത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ ഞെട്ടിപ്പോയി. എന്ത്? എന്നിട്ട് ഈ വിവരം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അതീവ രഹസ്യമായിട്ടാണ് അയാളുടെ നീക്കം. ആരും അറിയാതെയാണ് അയാൾ അന്തപുരത്തിലെത്തുന്നത്. നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് അയാൾ, പട്ടി പറഞ്ഞു. രാത്രി തന്നെ വിക്രമാദിത്യനും ഭട്ടിയും ഉജ്ജയിനിലേക്ക് തിരിച്ചു. രാജാവ് കാടാറു മാസത്തിന് പോയി എന്ന ധാരണയിൽ രാക്ഷസൻ അന്തപുരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യൻ അയാളെ കണ്ടെത്തി. അവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ഒറ്റവെട്ടിന് രാക്ഷസൻ 2 മുറിയായി നിലത്ത് വീണു. പക്ഷേ അടുത്ത ക്ഷണം ആ കഷ്ണങ്ങൾ ഒന്നായി മാറി വീണ്ടും രാക്ഷസൻ എഴുന്നേറ്റു വന്നു. ഇങ്ങനെ പലകുറി ആവർത്തിച്ചപ്പോൾ വിക്രമാദിത്യൻ തളർന്നു തുടങ്ങി. മായക്കാരനാണ് ആ രാക്ഷസൻ. രാക്ഷസനെ വീണ്ടും തോൽപ്പിച്ച് വെട്ടി 2 തുണ്ടമാക്കി വിക്രമാദിത്യൻ നിലത്തിട്ടു. ഉടൻ തന്നെ ഭട്ടി അതിലൊരു ശരീരഭാഗത്തെ കടലിലും മറ്റൊരു ഭാഗത്തെ തീയിലുമിട്ടു. പിന്നെ രാക്ഷസൻ ഉയർത്തു വന്നില്ല. രാക്ഷസന്റെ ശല്യം അവസാനിപ്പിച്ച് വിക്രമാദിത്യനും ഭട്ടിയും വനത്തിലേക്ക് തിരിച്ചു. പിന്നീട് പല പ്രദേശങ്ങളും കണ്ട് വനത്തിൽ അവർ കുറേ നാൾ കഴിഞ്ഞു.